എന്തായടാ അതിന്റെ കാര്യങ്ങളൊക്കെ? കരികാരം തീരുന്നതിന് മുമ്പെങ്കിലും നിന്റെ ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങുമോ? ഒന്നും വിചാരിച്ച സ്പീഡിൽ നടക്കുന്നില്ല അച്ഛാ. വ്യവസായം തുടങ്ങാൻ എല്ലാ സഹായവും നൽകുമെന്ന് സർക്കാർ, അതെല്ലാം മുടക്കുമെന്ന് കുറെ ഉദ്യോഗസ്ഥന്മാർ. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. 16,000 അത് പോയി. ഇനി 7,312. കുഞ്ഞെ, രൂപ ഉണ്ടെങ്കിൽ ഒരു 10 രൂപ താ കുഞ്ഞെ. 1-ാം തീയതി ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ? ഒന്നും പിടിച്ചിട്ട് കാര്യമില്ല പൊന്നമ്മച്ചി, നാളെ മറ്റന്നാളെ തരാം. ഇന്നെന്താ പോകാൻ താമസിച്ചേ? കൂട്ടുകുടുംബത്തിൽ കിടന്ന് പണിയെടുത്താ നേരത്തിനും കാലത്തിനും വീട്ടിൽ പോകാൻ ഒക്കുവോ? അതും പോയി. എന്റെ ഭഗവാനെ, 7,300. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ദേ അച്ഛൻ വന്നു. അമ്മേ, ദേ അച്ഛൻ വന്നു. വാഴപ്പഴം വാങ്ങിച്ചു. എല്ലാ വാഴയ്ക്കും വാങ്ങിച്ചു. നീ ഇങ്ങനെ വിളിച്ചു പോവാതെ വായം പൊളിച്ചെല്ലാം ഇങ്ങ് പോരും. അച്ഛൻ അലു കൊണ്ടുവന്നോ? ഓ, നിങ്ങൾ ഇങ്ങനെ സ്വീറ്റ് കൊടുത്തു കൊടുത്ത ചെറുക്കൻ ഇങ്ങനെ വീപ്പക്കുറ്റി പോലെ ആയത്. ചിറ്റപ്പ, എനിക്ക് അലുവ. പോടാ, മോൻ അകത്തോണ്ട് വെച്ച് തിന്നെ, ഇല്ലേ കൊതി കിട്ടും. അമ്മേ, അമ്മേ. ആ മോൻ എന്താ വേണ്ടേ? കഞ്ഞിയോ ചോറോ? എനിക്ക് അലുവ മതി. അലുവേ? ഇപ്പൊ എവിടുന്ന് കിട്ടി ഈ പൂതി? അപ്പത്തെ ചിറ്റമ്മ കൊണ്ടുവന്നല്ലോ, ചോദിച്ചപ്പോ പോടാൻ പറഞ്ഞു. എനിക്ക് അലുവ വേണം. സേതു, നീ ഇത് കണ്ടോ? ഏത്? കുട്ടികളെ അതും കാണിച്ച് വെറുതെ കൊതിപ്പിക്കുക. എനിക്ക് അലുവ വേണം. ഒന്നിൽ ഇതൊന്നും മേടിച്ചോണ്ട് വരാതിരിക്കുക, അല്ലെങ്കിൽ ഇവർക്കൂടെ കുറച്ച് കൊടുക്കുക. കുട്ടികളല്ലേ, ഞാൻ ഈ രാത്രി എവിടെ പോയി അലുവ ഉണ്ടാക്കാനാ? എനിക്ക് അലുവ വേണം. മോനെ, ചെറിയ അലുവ പോലത്തെ ഒരു സാധനം തന്നാ മതിയോ? അടുക്കളയെ കൊണ്ടുപോയി ചേച്ചി ഇവന്റെ വായി കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്. സേതു, നിനക്ക് നിന്റെ ചേട്ടന്റെ കുട്ടികളെ ഇഷ്ടമല്ലാണ്ടായി? എന്റെ പൊന്നേച്ചി, ഞാൻ കോമഡി പറഞ്ഞു. ഇവിടെ നോക്കിയാൽ ശരിയാവില്ല. ഞാൻ അപ്പുറത്തോട്ടെങ്ങാനും പോവാ. അപ്പൂപ്പ അലുവ. അപ്പൂപ്പ പിള്ളേരിച്ചിരി കഞ്ഞി കുടിക്കാൻ സമയം. എന്താടി ഇവിടെ വെട്ടോ വെളിച്ചൊന്നുമില്ലേ? എല്ലാവരും ചത്ത. തണ്ണിവണ്ടി എത്തിയോ? തണ്ണിവണ്ടി നിന്റെ തന്ത. എന്റെ പിള്ളേരെ എവിടെ? ഉറങ്ങിയ? വയറ് നിറച്ച അലുവ കഴിച്ച ക്ഷീണം കൊണ്ടേ കുട്ടികൾ ഉറങ്ങിപ്പോയി. നീ എന്താണ് അവിടെ ഇവിടെയും തൊടാതെ സംസാരിക്കണേ? നീയും കണ്ടുപിടിച്ചോണ്ട. അവിടെ എവിടെയും തൊടാണ്ട് നിൽക്കുന്ന നിങ്ങളാ. എങ്ങനെ പറയാതിരിക്കും? കുട്ടികൾ ഒരു രേഷൻ അലുവ ചോദിച്ചെന്നും പറഞ്ഞ് നിങ്ങളുടെ അളിയനും പെങ്ങളും ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. എന്തു പറഞ്ഞു? ചെന്ന് ചോദിച്ചു നോക്ക്. നിന്നെ കയ്യില് കുറച്ച് കാശുണ്ടെന്ന് വെച്ചിട്ടേ ഒന്നുമില്ല. ഭർത്താവായാള് ഇവനിവിടെ എന്താ കാര്യം? പെങ്ങളെ കെട്ടിയിട്ടുണ്ടെങ്കിലേ സ്വന്തം വീട്ടിൽ പോയി താമസിക്കാം. അലുവും ലഡുവൊക്കെ കള്ള മുമ്പിൽ വെച്ചിട്ടല്ല തിന്നേണ്ടത്. ഞാൻ പോവാന്ന്, നീ വിട്. കൊല്ലും ഞാൻ പെരടക്കം ചെയ്തേക്കും ഞാൻ. പമ്മി അളിയാ, ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. അളിയനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതിനെ ചൊല്ലി ഞാൻ പ്രതികാരം ചെയ്യരുതെന്നായിരിക്കും. അല്ല. ഞാൻ കുടുംബകലഹം ഉണ്ടാക്കരുതെന്നായിരിക്കും. അല്ല. അളിയൻ ദയവ് ചെയ്ത് ഇനി ഈ വീട്ടിൽ ഹൽവ വാങ്ങിച്ചോട്ട് വരരുത്. ഈ വഴിയൊക്കെ ഓർമ്മയുണ്ട? ആരോ വാതിലിൽ തട്ടുന്നു, ചെന്ന് നോക്കി. ചേച്ചി പോയേ, എനിക്ക് അടുപ്പിൽ തീ കൂട്ടണം. എന്റെ കൈ കണ്ടില്ലേ നീ? ചെന്ന് നോക്കടി. ചേച്ചി, സേതുവേട്ടൻ. എന്റെ ഈശ്വരാ, ഇത്തവണത്തെ കൃഷിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? തരക്കേടില്ലെന്ന് വലിയേട്ടൻ പറയുന്ന കേട്ടു. എത്ര പറ കിട്ടും? ആ കണക്കൊന്നും എനിക്കറിഞ്ഞൂടാ. ഇപ്പൊ രാസവളത്തിനൊക്കെ എന്താ വില അല്ലേ? ഏട്ടനും എടുത്തി മോനെയും കൊണ്ട് സ്കൂളിൽ പോയിരിക്കാം. ഇന്ന് പേരൻസ് ഡേയാ. അത് ശരി, കഷ്ടമായിപ്പോയല്ലേ. ഇവിടുത്തെ സിന്ധി പശുവിന് ഇപ്പൊ എത്ര ലിറ്റർ പാല് കിട്ടും?
അത് ചത്തിട്ട് 1 വർഷം കഴിഞ്ഞല്ലോ. ഓ, 1 വർഷം മുമ്പ് പശു ചത്തുപോയത് അല്ലേ? ആ. ഡി നീ ചെന്ന് ചായക്ക് ഇത്തിരി വെള്ളം വെച്ചേ. വേണ്ട, ചായ വേണ്ട. വേണം, ചായ വേണം. ചെല്ലേ. അവളോട് കൃഷിയെ പറ്റിയും പശുവിനെ പറ്റിയും സംസാരിക്കാനാണോ സേതുട്ടൻ വന്നേ? അല്ല, അവള് തെറ്റിദ്ധരിച്ചാലോ? അവക്കെല്ലാം അറിയാം. ഓ, ഞാൻ എത്ര കത്തുകൾ അയച്ചു, ഒരു മറുപടിയെങ്കിലും. അതല്ലേ ഞാൻ നേരിട്ട് വന്നത്. 6 മാസത്തിന് ശേഷം എല്ലാ കാര്യങ്ങളും സേതുട്ടൻ അറിയാലോ. ഇന്ന് വരും നാളെ വരുമെന്നും പ്രതീക്ഷിച്ച് ഞാൻ തളർന്നു. നേരാമണ്ണം വല്ലതും കഴിക്കാൻ തന്നെ എനിക്ക് മനസ്സില്ലാതായി. ഉറക്കം പോലും ഇല്ല. ഇങ്ങനെയാണേലും ഞാൻ ഇനി അധികം നാൾ ജീവിക്കില്ല സേതുട്ട. ഈ കരച്ചില് കാണാനാണോ സുലു ഞാൻ ഇവിടം വരെ വന്നത്? ഈ നാട്ടിലായിരുന്നപ്പോ ഒന്നുമില്ലേലും സേതുട്ടനെ എന്നും കാണാനെങ്കിലും കഴിഞ്ഞിരുന്നു. ഞാൻ ഈ ബിസ്ക്കറ്റ് ഫാക്ടറിയുടെ തിരക്കിൽ. മതി, കുറെ നാളായി ഇത് കേൾക്കുന്നു. ഇപ്പൊ എല്ലാം ശരിയായി. പുതിയ ഗവൺമെന്റ് വന്നേ പിന്നെ വ്യവസായങ്ങൾ തുടങ്ങാൻ എത്ര എളുപ്പമാണെന്നറിയാം. സർക്കാരാണെങ്കിൽ ഭയങ്കര പ്രോത്സാഹനവും. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടങ്ങ് പോവും, പിന്നെ ആളിനെ കാണുകയില്ല. ഇനി അങ്ങനെ ഒന്നാവില്ല. മോഹം ഒന്ന് പ്രശ്നമാക്കി. ഞാൻ നോക്കട്ടെ. എടേ സുലു, ആരാടി പശുവിനെ അഴിച്ചു വിട്ടത്? അകത്ത് ഭയങ്കര എലിശല്യം. കൊയ്ത്ത് കഴിഞ്ഞോണ്ടാവും. ഞാനതിനെ ഇങ്ങനെ തല്ലി. സേതു എപ്പോഴാ വന്നേ? ഞാൻ വന്നിട്ട് 5 സെക്കൻഡ് ആവും. വിളവ് എങ്ങനെയുണ്ട് ചേട്ടാ? വിളവ് ഇച്ചിരി കൂടുതലാ. വാ വാ. ഞാൻ എന്റെ കത്ത് കിട്ടിയില്ലേ? ആ. എന്താ അതിന്റെ ഉദ്ദേശം? നിന്റെ അച്ഛൻ കുറുപ്പ് മാസ്റ്റർ എന്നെ ഈ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങേരോട് അന്ന് എല്ലാവർക്കും വലിയ ബഹുമാനവുമായിരുന്നു. സ്വന്തം നാടും വീടും വിട്ട് എന്നങ്ങേര് ഭാര്യ വീട്ടിൽ താമസം തുടങ്ങിയോ അന്ന് മുതൽ അങ്ങേർക്ക് തലയ്ക്ക് നല്ല സുഖമില്ല. നാണവും മാനവും കെട്ട് ഞാൻ പലവട്ടം അങ്ങേരുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ടുണ്ട്. സുലുവിന് വയസ്സ് ഏറി വരികയാണ്. നിങ്ങളുടെ മോനോട് പറഞ്ഞ് അവിടെ കല്യാണം നടത്തണമെന്ന് ഞാൻ പല പ്രാവശ്യം അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അങ്ങേര് പറയുക, നീ എന്തോ ബിസ്ക്കറ്റോ റൊട്ടിയോ മറ്റോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. കാലം കുറെ ആയാലൂടാ, ഇതുവരെ ഒന്നും ഉണ്ടാക്കി തീർന്നില്ലേ? കല്യാണപ്രായം കഴിഞ്ഞൊരു പെണ്ണിനെ ഇന്ന് കെട്ടും നാളെ കെട്ടും എന്ന് പറഞ്ഞിങ്ങനെ നിർത്തിക്കൊണ്ടു പോവാനാവില്ല. എന്റെ സ്വന്തം കാലിലൊന്ന് നിന്നിട്ട്. അപ്പൊ ഈ രണ്ടും നിന്റെ കാലല്ലേ? അങ്ങനല്ല. നിന്റെ ഈ ഉരുണ്ടുകളി എന്നോട് വേണ്ട. നീ നിന്നാലും കൊള്ളാം ഇരുന്നാലും കൊള്ളാം, എനിക്ക് രണ്ടിലൊന്നറിയണം. ഈ പെങ്കൊച്ചിനെ കെട്ടാൻ നിനക്ക് താല്പര്യമുണ്ടോ, അതോ കൂടെ കൂടെ ഇങ്ങനെ ഒന്ന് ശൃംഗരിച്ചേച്ചു പോകാനാണോ ഉദ്ദേശം? ചേട്ടാ, എന്റെ ബിസ്ക്കറ്റ് ഫാക്ടറി ഒന്ന് ഓടി തുടങ്ങണം. ആശയുടെ കല്യാണം ഒന്ന് കഴിയണം. അത് കഴിയുമ്പോ നീ പറയും നിന്റെ തന്തയുടെ 16 അടിയന്തര കഴിയട്ടെ എന്ന്. ചേട്ടാ, ഞാൻ പറയുന്നത് എന്റെ പ്രശ്നങ്ങളാ. നീ പറഞ്ഞ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു കിട്ടാൻ എനിക്ക് തോന്നുന്നു ചുരുങ്ങിയത് 30 വർഷമെങ്കിലും ആവുമെന്നാ. അപ്പൊ പിന്നെ എന്റെ പ്രേതം വരും നിന്റെ കല്യാണം നടത്താൻ. ചേട്ടാ, കാര്യം പറയുമ്പോ തമാശയായിട്ട് കണ്ടരുത്. നീ ആരെയാടാ കാര്യം പറഞ്ഞ് പഠിപ്പിക്കുന്നത്? തന്തയുടെ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാടാ ആ പാവപ്പെട്ടിനെ മോഹിപ്പിച്ചത്? ഡാറ്റായണി ബിസ്ക്കറ്റ്. ലോകത്താരെങ്കിലും ബിസ്ക്കറ്റിന് ഡാറ്റായെന്ന് പേരിടുകൂടാ. നിന്റെ ആ കിളവിത്തലയുടെ പേരിട്ടപ്പോഴേ ഞാൻ വിചാരിച്ചത് ആ കുണം പഠിക്കരുത്. മര്യാദയ്ക്ക് സംസാരിക്കണം. അമ്മയെ പറ്റി ആവശ്യമില്ലാത്ത കാര്യം ഒന്നും പറയണ്ട. എങ്ങനെ എന്റെ വീട്ടിൽ കയറുമെന്ന് എന്നെ വിരട്ടുന്നു? ഇറങ്ങടാ ഇവിടുന്ന്. നിന്നെപ്പോലെ നട്ടിലില്ലാത്ത ഒരുത്തനെ എന്റെ പെങ്ങക്ക് വേണ്ടടാ. കയറി പൊടിയകത്ത് ഒന്നുകളെയും എല്ലാത്തിനും. എനിക്കിപ്പോഴാ മനസ്സിലായത് നീ വേറെ ചില ഉദ്ദേശത്തോടുകൂടി അവിടെ വരുന്നതെന്ന്. മേലിൽ നാട്ടിക്കാലം കുത്തിപ്പോരുത്. നാടേ നിങ്ങളുടെ കുടുംബ സ്വത്തൊന്നുമല്ലല്ലോ. അല്ല, പക്ഷെ ഈ വീട് എന്റെ കുടുംബസ്വത്താ. ഇനി ഇതിനകത്ത് കയറിയാൽ നിന്റെ കാലി ഞാൻ തല്ലി ഓടിക്കും. നിങ്ങൾ എന്തിനാ ഇങ്ങനെ നടന്ന് ഒച്ച വയ്ക്കുന്നേ? മിണ്ടിപ്പോവരുത്. എന്റെ പെങ്ങളെ കെട്ടാൻ വേറെ ആളുകളെ കിട്ടുമോ ഞാൻ നോക്കട്ടെ. അയ്യോ, എടീ, നീ ഇനി ഇവിടെ കാണുകയോ സംസാരിക്കുകയോ ചെയ്താൽ കൊന്നു കുഴിച്ചു മുടിഞ്ഞ എല്ലാത്തിനെയും അകത്ത് കയറി പോടി. കുടുംബത്തിന് ശക്തിക്ഷയം ഉണ്ടായിട്ടുണ്ടാവാം, എന്നാലും മുരുക്കം വീട്ടുകാർ മാനം വിറ്റ് ജീവിച്ചിട്ടില്ലടാ. മനുഷ്യന് വഴി കൂടെ നടക്കാൻ മേലുണ്ടായല്ലോ. കുടിക്കുക, തല്ലും പിടി ഉണ്ടാക്കുക. ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? ഒക്കെ എന്റെ യോഗ അമ്മവ. ആയിരക്കണക്കിന് കുട്ടികൾക്ക് സാരോപദേശം നൽകിയ ആളാത്രേ. സ്വന്തം മകന് സൽബുദ്ധി പറഞ്ഞു കൊടുക്കാൻ മാത്രം പറ്റിയില്ല. ഇനി നിന്നെ പറ്റി ഇങ്ങനെ വല്ലതും കേട്ടാൽ അടിച്ച് നിന്റെ കാലിന്റെ മുട്ടി ഞാൻ ഓടിക്കും. എങ്കി അമ്മാവന്റെ മുട്ട് ഞാനും ഓടിക്കും. എന്തായി പറയണേ? വന്ന് വന്ന് മൂത്തവരെയും തിരിച്ചറിയണ്ടായോ? ഞാൻ പറഞ്ഞില്ലേ മോളെ, അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. ജോലി പോയേ പിന്നെ ഇത്രയും വഷളായേ.
അമ്മാവൻ പറഞ്ഞ സേതു കേൾക്കും. തൽക്കാലം ചേട്ടനെ അവന്റെ കമ്പനി പിടിച്ചിരുത്തിയാ മതിയായിരുന്നു. ചായ കുടിക്ക്. ആശേ എന്റെ ഷർട്ട് തേച്ചില്ലേ? തേച്ചു. മകനെപ്പോ വന്നു? കുറച്ചു നേരമായി. സേതു, മരുമക്കത്തായൊക്കെ പോയെങ്കിലും അമ്മാവൻ ഇപ്പോഴും അമ്മാവൻ തന്നെയാണ്. അതുകൊണ്ട് മറുത്തൊന്നും ഇങ്ങോട്ട് പറയണ്ട. ഈ തല തിരിഞ്ഞവനെ നീ നിന്റെ കമ്പനി കൊണ്ടുവന്ന് നിർത്തണം. അത് അവിടെ അപ്പൊ ഒന്നും ഇങ്ങോട്ട് പറയണ്ട, പറയണ അങ്ങോട്ട് അനുസരിച്ചാൽ മതി. മാസം തികയുമ്പോ എന്തെങ്കിലും ഒന്നൊരു ശമ്പളമായിട്ട് കൊടുത്തേക്കണം, അത് മതി. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. നോക്കിയും കണ്ട് നിന്നാൽ നിനക്ക് കൊള്ളാം. മുതലാളിക്കൊരു കത്തുണ്ട്. അഡ്രസ് എഴുതിയ കൈപ്പട കണ്ടിട്ട് മറ്റേ കത്താണെന്ന് തോന്നുന്നു. ഏത് മറ്റേ കത്ത്? നീ വന്നേ, നീ വരാൻ. നീ എന്താടാ ആളുകളുടെ മുമ്പിൽ വെച്ച് മോന്തം കൊണ്ട് ഡാൻസ് കാണിക്കുന്നത്? ഇത് മറ്റേ കത്താണോ മറച്ച കത്താണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കണ്ട കേട്ടോ. പ്രിയപ്പെട്ട സേതുവേട്ട, ചേട്ടനുമായി വഴക്കിട്ട് സേതുവേട്ടൻ അങ്ങ് പോയി. എന്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന് സേതുവേട്ടൻ ആലോചിച്ചോ? ഒരു ആശ്വാസവാക്കെങ്കിലും പറയണമെന്ന് തോന്നിയില്ലല്ലോ. ഞാൻ ഉരുകി ഉരുകി ചത്തുപോട്ടെന്നാണ്. ചേട്ടൻ എനിക്ക് വേറെ കല്യാണം ആലോചിക്കുകയാണ്. ഒന്ന് വേഗം വരൂ എന്റെ സേതുവേട്ട. ഇനി സേതുവേട്ടൻ വരുന്നതും പ്രതീക്ഷിച്ച് ഞാൻ എന്നും നമ്മുടെ ആ പഴയ അടിയോടിയുടെ വാഴത്തോപ്പിൽ കാത്തു നിൽക്കും. ആരാ മുഖേരി മുഖേരി മുഖേരി? ഇറങ്ങേണ്ടവരൊക്കെ പോയേ മുഖേരി. എന്താ ഇറങ്ങുന്നില്ലേ? വേണ്ട വേണ്ട, ഞാനൊരു 50 അടി അപ്പുറത്ത് ഇറങ്ങിക്കോളാം. ഇനി പരുത്തിക്കോട്ടെ വണ്ടി നിർത്തൂ. ഇറങ്ങണം ഇറങ്ങണം. ഞാൻ വേറെ ടിക്കറ്റ് എടുത്തോളാം. 50 അടിക്കോട്ട് വേറെ ടിക്കറ്റ് ഒന്നുമില്ല. ഇറങ്ങണം. ഞാൻ പരുത്തിക്കോട്ടേക്ക് ടിക്കറ്റ് എടുത്തോളാം. ഒരു കോട്ടയിൽ ഇറങ്ങണം. താൻ ഇവിടെ ഇറങ്ങിയാൽ മതി. ഇറങ്ങണോ? ഇറങ്ങാനല്ലേ പറഞ്ഞു? ഞാൻ പരുത്തിക്കോട്ടേക്ക് ഒന്നും പറയണ്ട. ഇവിടെ ഇറങ്ങി താനം കൊണ്ട് നടന്നു പോളൂ. രാവിലെ മനുഷ്യൻ മെനക്കെടുത്ത ഒരു തോമ കയറിക്കോളൂ. ഞാൻ അങ്ങോട്ട് ഇറങ്ങണു. ആ പോവാം. അവളെന്തിന് ചേച്ചി? ഞാൻ കണ്ടില്ല. കണ്ടില്ലേ? കടുകുമണിയാ കാണാതെ നിൽക്കാൻ. എടേ സുനു എവിടെയാടി? അവളെ ശ്യാമയുടെ വീട്ടിൽ. അവളെങ്ങനെ പറഞ്ഞോ? ചാവയെ കഞ്ഞിയും എല്ലാത്തിനും ഞാൻ ഇവിടെ അടിച്ചിറക്കും. ഞാനിവിടെ ഉണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്താ നമ്മൾ ഇതുപോലെ ഈ വാഴത്തോപ്പിൽ കണ്ടുമുട്ടാറുള്ളത്. അന്നും ഇന്നും അടിയോടിക്ക് വാഴക്കൃഷിയും മാത്രമേ താല്പര്യമുള്ളൂ എന്ന് തോന്നുന്നു. എന്താ വല്ലാതിരിക്കുന്നത്?
ഓടിയുടെ വായ അയാൾ കണ്ട ഇപ്പൊ എന്നെ കൊല്ലും. എത്ര നേരായിന്നറിയോ ഞാൻ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്? ആ, അതാണ് ആ കാര്യം. ഞാനും നിന്റെ ചേട്ടൻ കൂടെ ജംഗ്ഷനിൽ ഒരു ഒളിച്ചു കളി നടത്തിയിട്ട് വരിക കുട്ടി. ഈ വാഴക്കറ പറ്റിയ മാറ്റം വലിയ പാടാണ്. സേതുട്ടിനൊക്കെ തമാശ കളിയാ. ഞാനൊന്ന് ഉറങ്ങിയിട്ട് ദിവസം എത്രയെന്നറിയാവോ? എന്റെ സുലു, നിനക്ക് വേവലാതി കുറച്ച് കൂടുതലാണ്. ഈ ലോകത്ത് ആരൊക്കെ എതിർത്താലും നമ്മൾ ഒരുമിച്ച് ജീവിക്കും. പിന്നെന്താ പ്രശ്നം? സേതുട്ട ഞാനൊരു പെണ്ണാ. എന്റെ സുലു, ഞാനൊരാണാണ്. ആകെയുള്ള ഒരേ ഒരു പ്രശ്നം ഫാക്ടറിയാ. ഇപ്പൊ എല്ലാം റെഡിയായി. ഇന്റർവ്യൂ നടത്തി ജോലിക്കാരെ എടുത്താൽ ഫാക്ടറി ചക ചക ചകാന്ന് വർക്ക് ചെയ്ത് തുടങ്ങും. അത് കഴിഞ്ഞ ഉടനെ കല്യാണം. ഈ ചക 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 എത്ര കാലം എടുക്കും? ഉടനെ എന്ന് വെച്ചാ എത്രയും പെട്ടെന്ന്. ആരുമില്ല. അടിയോടി ഓടിക്കോ, പിന്നെ കാണാം. ഓടിക്കോ. എടോ, താൻ ആ മുരിക്കലെ സേതുവിനെ ഇവിടെ എങ്ങനെ കണ്ടോ? അതാ നിൽക്കുന്നത്. എടീ, ഉറപ്പിച്ചു. ചെറുക്കൻ ദുബായിൽ ഓയിൽ കമ്പനിയിലെ ഫോർമാനാ. ഇത് മിഥുനമാസമല്ലേ, കർക്കിടകത്തിന് മുമ്പ് നടത്തണമെന്നാ അവര് പറയുന്നത്. അവളോട് കൂടെ ഒന്ന് ചോദിക്കണ്ടേ? വേണ്ട, ഇത്രയും നാളും കാത്തു. ഇനി ചോദ്യം ഉത്തരവൊക്കെ തീരുമാനിക്കും ഞാൻ തന്നെയാ. അത്രയധികം സ്നേഹാവനം ഉണ്ടായിരുന്നെങ്കിൽ പെരയിൽ നിറഞ്ഞ് ഓടി പൊളിച്ച് ഇവരോട് നിൽക്കത്തില്ലായിരുന്നു. 10 ദിവസത്തിനായി കല്യാണങ്ങൾ നടത്തിയിരിക്കും. ഈ ശിവരാമനാ പറയുന്നത്.